Okay, we can start with the silent prayer. Okay, so ഇന്നാണോ സെമീനയും ഹരിതയും റെഡി ആയിട്ടിരിക്കുന്നത്? ഉണ്ടോ രണ്ടുപേരും? യെസ് മാം. ആദ്യം സെമിനാർ എടുക്കുവാണോ അതെങ്ങനെയാ? ആദ്യം അത് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാമിന് അത് കറക്റ്റ് ചെയ്യാലോ, അതല്ലേ നല്ലത്. പ്ലീസ്. ഞാൻ മാത്രല്ല, ടു മെനി അവരെല്ലാം കറക്റ്റ് ചെയ്യും. അത് ആദ്യമായിട്ടാണ് ഇതൊരു പ്രസന്റ് ചെയ്യണത്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കറക്ഷൻ നല്ലതാണല്ലോ. ഓക്കെ, പ്ലീസ് പ്രൊസീഡ്. സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം സമീന MM, സ്റ്റുഡന്റ് ഓഫ് MT3 ബാച്ച്. ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുന്നത് സെമിനാർ പ്രസന്റ് ചെയ്യുന്നതിനുള്ളത്. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് മൊഡ്യൂൾ 4-ലെ സൂപ്പർവിഷൻ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിലെ സൂപ്പർവിഷൻ എന്ന ഒരു ടോപ്പിക്കാണ് എനിക്ക് പ്രസന്റ് ചെയ്യാൻ കിട്ടിയേക്കുന്നത്. ഞാൻ പാഠഭാഗത്തുള്ളത് വായിച്ചു, അതുകൂടാതെ കുറച്ച് സെർച്ച് ഒക്കെ ചെയ്തിട്ട് എൻ്റെതായ എനിക്ക് എന്താണ് മനസ്സിലായത് ആ ഒരു പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ഷമയോടുകൂടി ഒന്ന് കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഫസ്റ്റ്, എന്താണ് സൂപ്പർവിഷൻ? സൂപ്പർവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം, അതൊരു മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ്. അത് ഒബ്സർവേഷൻ, നിരീക്ഷണം എന്നുള്ള രീതിയിലൊക്കെ നമുക്കത് മനസ്സിലാക്കാം. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏത് ഫേം, ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, ചാരിറ്റി, ഈവൻ ഏത് മേഖലകളിലാണെങ്കിലും സൂപ്പർവിഷൻ ഈസ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ആ ഒരു സ്ഥാപനങ്ങളിലൊക്കെ. നല്ലൊരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ സക്സസ്ഫുള്ളി ആയിട്ട് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഒരു ഡയറക്ഷൻ, ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡയറക്ഷനിൽ ആ ഡയറക്ഷൻ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ സൂപ്പർവിഷൻ അതിലൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. നമ്മളിപ്പോ സൂപ്പർവിഷന്റെ ഡെഫിനിഷൻ പറയുന്നതിനേക്കാളും ഒരു സൂപ്പർവൈസറിലുള്ള സൂപ്പർവിഷൻ ക്വാളിറ്റിയിലൂടെ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു സൂപ്പർവൈസർ എന്ന് പറഞ്ഞത് ഒരു യഥാർത്ഥത്തിൽ ഓരോ പൊസിഷൻ അനുസരിച്ചും അതിൽ ഇൻക്ലൂഡിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിലെ ഡയറക്ടർ ആണെങ്കിലും ആ ഡയറക്ടറിനുള്ളിൽ സൂപ്പർവിഷൻ ഇൻക്ലൂഡിംഗ് ആണ്. അതേസമയം സ്കൂൾ ലെവലിൽ എടുത്തുകഴിഞ്ഞാലും മാനേജ്മെന്റ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റർ, പ്രിൻസിപ്പൽ, ടീച്ചർ, ഇവരിലെല്ലാവരിലും ക്വാളിറ്റീസ് ഓഫ് സൂപ്പർവിഷൻ ഇൻക്ലൂഡിംഗ് ആണ്. അപ്പൊ ഒരു സൂപ്പർവൈസറിലുള്ള കോമ്പിറ്റൻസി, നൈപുണ്യങ്ങൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ റോൾസ്, അല്ലെങ്കിൽ ക്വാളിറ്റീസ്, മെറിറ്റ്സ്, അഡ്വാൻറ്റേജസ്, ഗുണഗണങ്ങളെല്ലാം ഒരു നല്ലൊരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സൂപ്പർവൈസർക്ക് വേണ്ട രീതിയിൽ ഒരു ഫേമിനാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ ലക്ഷ്യം എന്താണോ അത് സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇതിൽ പഠിച്ചതിൽ കുറെ സികളുടെ ഇത് പറഞ്ഞല്ലോ. അത് ഞാൻ കുറച്ച് അതിലൂടെ തന്നെ കണക്ട് ആക്കി എനിക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൽ ഒരു സൂപ്പർവൈസർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ വേണ്ട ഒരു ഗുണങ്ങളിലൊന്ന് അത് ആ വ്യക്തി കൂൾ ആൻഡ് കാം പേഴ്സൺ ആയിരിക്കണം. അതായത് ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കരുത്. ഒരു ശാന്തനും ഒരു അക്ഷോഭനായ ഒരു വ്യക്തി ആയിരിക്കണം. പെട്ടെന്ന് മുറി രണ്ടെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സൂപ്പർവൈസർ ആയിരിക്കരുത് ഒരു സൂപ്പർവിഷൻ ചെയ്യുന്ന ആൾക്ക്. പിന്നെ ആ ഒരു വ്യക്തിക്ക് ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം, വ്യക്തമായിട്ടുള്ളൊരു വീക്ഷണം ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ കഴിഞ്ഞ ചാപ്റ്റർ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്ററിൽ ഒരു എക്സിക്യൂഷൻ എന്നുള്ള പോയിന്റിൽ ഉണ്ടായിരുന്നു വിഷൻ ആൻഡ് മിഷൻ എന്ന് പറഞ്ഞു. നമ്മുടെ വിഷൻ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ആ മിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ വിഷൻ എന്ന് നമ്മളൊരു മലയാളീകരിച്ചോ അതിനെ നോക്കിക്കാണുക എന്നുള്ള രീതിയിലാണ്. എന്റെ
കണ്ണിലൂടെ ഞാൻ നോക്കി കാണുന്നതെല്ലാം മറ്റുള്ളവരുടെ ഇതിലൂടെ. പക്ഷെ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്ന ആളെന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനി ആയിക്കോട്ടെ എവിടെയെങ്കിലും ആ മാനേജ്മെന്റിന്റെയും ആ ഒരു വർക്കേഴ്സിന്റെയും ഇടയിലുള്ള ഒരു പോയിന്റാണ് ഇന്റർമീഡിയറ്റ് ഇന്റർവെന്റ് അങ്ങനെയുള്ള ഒരാളാണ്, നടുക്ക് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അത് വേണ്ട രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിലൂടെ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതൊരു ഗുണമാണ് വേണ്ടത്. ക്ലിയർ വിഷൻ വേണം, അതായത് നോ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നോ കൺഫ്യൂഷൻ, വ്യക്തമായിട്ടുള്ള ഒരു വീക്ഷണം ഉണ്ടാവണം. പിന്നെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോൺഫിഡന്റ് ആയിരിക്കണം, ആശയക്കുഴപ്പം ഉണ്ടാവാൻ പാടില്ല, വ്യക്തമായ ഒരു ധാരണ വേണം, ആത്മവിശ്വാസം ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള ഗുണഗണങ്ങൾ വേണം ഒരു സൂപ്പർവൈസർക്ക്. പിന്നെ കമ്മിറ്റ്മെന്റ് വേണം, പ്രതിബദ്ധത വേണം, ചെയ്യുന്ന ആ പണിയോടുള്ള ഒരു ഏറ്റെടുത്ത കരാറിനോടുള്ള ഒരു പ്രതിബദ്ധത വേണം. അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു പദവി വഹിക്കുന്നത്, കൂടാതെ ഞാൻ മറ്റുള്ളവരെയും കൂടെ നമ്മൾ കൺസേൺ, ഒരു സി ഉണ്ട് അതിൽ, ഒരു കൺസേൺ, കരുതൽ വേണം. ആ വർക്കേഴ്സിനെ കരുതണം, അതോടൊപ്പം തന്നെ മാനേജ്മെന്റിനെ കരുതണം, കുട്ടികളെ കരുതണം, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ, പാരന്റ്, അങ്ങനെ ഓരോ കരുതലുകൾ ആ സൂപ്പർവിഷന്റെ പദവി വഹിക്കുന്ന ആ ആളത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ്. ആ ഒരു ക്വാളിറ്റി വേണം. പിന്നെ ക്രിയേറ്റീവ് ആയിരിക്കണം, സൃഷ്ടിപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. ഇപ്പൊ നമുക്കിപ്പോ ടീച്ചർമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാഠഭാഗത്തു നിന്നുള്ള ആ പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാതെ ആ ഒരു പോയിന്റിനെ എത്രത്തോളം വിശദീകരിച്ച് ഇലാബറേറ്റ് ചെയ്ത് ആ ഒരു ക്രിയേറ്റിവിറ്റി സൃഷ്ടിക്കുക എന്നുള്ളത് ഈ അപ്ഡേഷൻ ആയിരിക്കണം. അപ്പൊ ഒരു ക്രിയേറ്റിവിറ്റി വേണം. ഓരോ കുട്ടികളുടെയും കഴിവനുസരിച്ച് അവനിൽ എന്തുണ്ട് അതിനെ മനസ്സിലാക്കി എടുക്കും. അല്ലാതെ ആ ഒരു വിത്തിൻ ടൈമിനുള്ളിൽ എന്റെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് പോകുക എന്നുള്ള രീതിയിൽ അത്രയൊക്കെ പഠിച്ചാൽ മതി, ഇതല്ലേ പരീക്ഷയ്ക്ക് ആ ഒരു രീതിയിലല്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ജിഷ മാമിനെ പറഞ്ഞാൽ മതിയല്ലോ, ഒരു പോയിന്റ് കിട്ടിയാൽ എവിടം വരെ പോകുമെന്ന് നമുക്കറിയാം. കാര്യം മിക്കവാറും കാര്യം അതുകൊണ്ട് തന്നെയാണ് മാമിന്റെ തീരാത്തതും തീരാത്തതിന്റെ കാരണം അത് തന്നെയാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ അത് മനസ്സിലായല്ലോ, അത് വരണ്ട. അപ്പൊ നമുക്ക് ക്രിയേറ്റീവ് ആയിരിക്കണം. നമ്മളൊക്കെ ഇനി അങ്ങനെ ചെയ്യണം കേട്ടോ, അല്ലാതെ പഠിച്ചത് മാത്രം പഠിപ്പിച്ചോണ്ട് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആണ്, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ വേണം. പിന്നെ ഹൈ ക്വാളിറ്റി വർക്ക് ആയിരിക്കണം. നമ്മ ചെയ്യുന്ന വർക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഒരു എന്തെങ്കിലും കാണിച്ചു പോയിട്ടുള്ളതല്ലാതെ ഒരു സൂപ്പർവൈസർക്ക് കറക്റ്റ് രീതിയിൽ സൂപ്പർവിഷൻ തൊഴിലാളികളോടാണെങ്കിലും എംപ്ലോയീസിന്റെ ആണെങ്കിലും ആ ഒരു രീതിയിൽ നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി വർക്ക് കീപ്പ് ചെയ്യണം. അതായത് പണ്ട് ഞാനൊരു 45 ദിവസത്തെ ഒരു ഷോർട്ട് ടേം ഒരു മിനി MBA കോഴ്സ് റെസിഡൻഷ്യൽ ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരു ഹൈ ക്വാളിറ്റി ഓഫ് വർക്കിൽ ഒരു കാർപ്പന്ററിന്റെ ഒരു കഥയാണ് പറഞ്ഞു തന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതില് ഒരു തച്ചൻ കാർപ്പന്റർ, ഒരു യൂറോപ്യൻ കൺട്രീസിനെ ബേസ് ചെയ്തുള്ള ഒരു കഥയാണ് കേട്ടത്. ഈ തച്ചൻ ഈ ഓണറിന്റെ കീഴിൽ വർഷങ്ങളായിട്ട് ഭയങ്കര ക്വാളിറ്റി ഓഫ് വർക്കാണ്, നല്ല ആത്മാർത്ഥമായിട്ട് നല്ല പണിത്തരങ്ങളും കരവിരുതിലൊക്കെ കാർപ്പന്റ് ചെയ്യുന്ന ഈ കാർപ്പന്റർ വർഷങ്ങളായിട്ട് നിൽക്കണം. അപ്പൊ ഒരു 50 വർഷത്തോളം ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കാർപ്പന്റർക്ക് ഇനി വിശ്രമിക്കണം. അപ്പൊ കാർപ്പന്റർ ഇനിയുള്ള കാര്യം ഞാൻ വിശ്രമിക്കാലെന്ന് ഓർത്ത് ഓണറിനോട് ഒന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് റിസൈൻ ചെയ്യണേണ്, ഇനി വിശ്രമകാലം എന്ന് പറയുമ്പോൾ ഓണർ പറയും, എന്റെ വിശ്വസ്തനായ ഒരു പണിക്കാരനാണ് നിങ്ങൾ, എനിക്ക് ഒരു ആഗ്രഹം കൂടിയുണ്ട്, നിങ്ങൾ വിട്ടുപിരിയുന്നതിന് മുമ്പ് പോകുന്നതിന് എനിക്ക് നല്ലൊരു വീട് പണിത് തരണം, എന്നിട്ട് നിങ്ങൾ റിസൈൻ ചെയ്ത് പൊയ്ക്കോളാൻ വേണ്ടി പറഞ്ഞു. ഇത് കാർപ്പന്റർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇത്ര നാളും ക്വാളിറ്റിയോടുകൂടി വർക്ക് ചെയ്ത കാർപ്പന്റർ 1 വർഷം കൊണ്ട് ചെയ്ത് തീർക്കുന്ന പണി 6 മാസം കൊണ്ട് ചെയ്ത് തീർത്തു. കീ കൊണ്ടുവന്ന് ഓണറിന് കൊടുത്തപ്പോൾ ആ ഓണർ ആ കീ കൊടുത്ത് തിരിച്ച് ആർക്ക് കൊടുത്തു? കാർപ്പന്റർക്ക് കൊടുത്തു. നീ എന്റെ വിശ്വസ്തനായിട്ട് ഇത്ര നാളിൽ നിന്ന് ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക് പെർഫോം ചെയ്തതിന് നിനക്ക് ഞാൻ തന്ന സമ്മാനം എന്ന് കൊടുത്തപ്പോൾ എന്ത് പറ്റി? ആ വീട് അത്രത്തോളം ക്വാളിറ്റിയിൽ വന്നില്ല. എങ്ങനെയെങ്കിലും പണി കഴിച്ച് എനിക്ക് പോകണം എന്നുള്ള ചിന്താഗതിയിലാണ് ആ കാർപ്പന്റർ ആ വർക്ക് അവിടെ ചെയ്തത്. അപ്പൊ ഹൈ ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അവിടെ നിൽക്കുന്നു അത്രത്തോളം ആത്മാർത്ഥത കണ്ടും. ചിലപ്പോൾ ഒരുപാട് നമുക്ക് പരീക്ഷണ ഘട്ടങ്ങളൊക്കെ വരും. കാര്യം ആത്മാർത്ഥത കാണിക്കുന്നവർക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ട്. പക്ഷെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഒരു നമ്മൾ വിശ്വസിക്കുന്ന, അതായത് ഈ വേൾഡ് മൊത്തം സൂപ്പർവിഷൻ ചെയ്യുന്ന നമ്മുടെ ഹോപ്പായ സൃഷ്ടാവ് അതെല്ലാം കണ്ട് നമുക്ക് വേണ്ട വിധത്തിലുള്ള ഇത് തരുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നല്ല രീതിയിലായിരിക്കണം. ഈ ആശയവിനിമയം നല്ല രീതിയിലായാൽ മാത്രമേ നമുക്ക് സ്റ്റുഡന്റ് ആണ്, സ്കൂളിലെ കാര്യമാണെങ്കിലും പ്രിൻസിപ്പൽ, സ്റ്റുഡന്റ്, പാരന്റ്, അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഗുഡ്
കീപ് ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ ഓൾ ഇത് പാരന്റ്, അഡ്മിനിസ്ട്രേറ്റർ, പ്രിൻസിപ്പൽ എല്ലാവരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ടീച്ചർക്ക് വേണം. അല്ലെങ്കിൽ എന്നാലേ നമുക്ക് സുഗമമായ ഒരു പ്രവർത്തനം നമുക്ക് അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. പിന്നെ ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ആയിരിക്കണം. ഒരു ലീഡർ, സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ലീഡർ തന്നെയാണ് ഒരു കാര്യമാണ്. അപ്പൊ ഏത് കാര്യം ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ആയിരിക്കണം, മുൻകൈ എടുക്കാനുള്ള ഒരു സന്നദ്ധത വേണം. അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ എന്ന് പറയും അത് എന്റെ കമ്പനി അല്ല, അല്ലെങ്കിൽ അത് എനിക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടിയിൽ ഞാൻ അന്ന് ചെയ്യാനുള്ളത് ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ആയിരിക്കണം. അതൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കണ്ടതാണ്. ഒരു റോട്ടില് ഒരു മരം വീണ് കിടക്കുന്നു. ഭയങ്കര ബ്ലോക്കാണ് ആ റോഡ്. പക്ഷെ എല്ലാവരും അതിൽ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചൊക്കെ പോണേണ്. പക്ഷെ ആരും അനങ്ങളില്ല. അത് കുറച്ചുപേര് ശ്രമിച്ചാൽ ആ ഒരു ഇതാക്കാം. പക്ഷെ ഒരു കുട്ടി വന്നിട്ട് ആ ഒരു വലിയൊരു മരം, ആ കുട്ടീനെ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ കുട്ടി വന്നിട്ട് ആ വലിയൊരു മരം ജസ്റ്റ് ഒന്നിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് അത് പിടിച്ച് 10 മിനിറ്റ് കൊണ്ട് സംഭവം കഴിഞ്ഞു. അപ്പൊ ഒരാൾ മുൻകൈ എടുക്കാത്തതിന്റെ പേരിലാണ് അവിടെ അത് നിന്നത്. ഇപ്പൊ നമ്മള് റോഡിലാണെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നോക്കിക്കും മൊബൈൽ എടുത്ത് അത് ഷൂട്ട് ചെയ്യാനൊക്കെ ഇതുള്ളൂ. അത് എത്രയും പെട്ടെന്ന് പ്രോംപ്റ്റ് ഡിസിഷൻ എടുത്ത് അതിനെ കൊണ്ട് എത്രയോ പേര് നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ ആരും ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ആരും എടുത്തില്ല. അതും ഈ ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ലീഡർ അല്ലെങ്കിൽ സൂപ്പർവൈസർക്കുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ പെടുന്നതാണ്. പിന്നെ സ്ഥിരോത്സാഹം ഉണ്ടാകും. എപ്പോഴും നല്ലൊരു ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ ഒരു വിവരാന്വേഷണം ആയിരിക്കണം. എപ്പോഴും ഒരു മറ്റേ അപ്ഡേഷൻ ആയിരിക്കണം. ചുറ്റുപാടുള്ളവരും നമ്മുടെ വർക്കേഴ്സും നമ്മുടെ ചുറ്റുപാടിലോടൊക്കെ നല്ല വിവരാന്വേഷണം ഉണ്ടാവണം. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി ആയിരിക്കണം. ഒരുപാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓടിച്ചിട്ട് പോട്ടെ അല്ലെങ്കിൽ ടൈം പോകും. പിന്നെ എഫിഷ്യൻസി ഓറിയന്റേഷൻ, പ്രായോഗികക്ഷമത വേണ്ട ആളാവണം. സിസ്റ്റമാറ്റിക് പ്ലാനിങ്, ചിട്ടയായ ഒരു ആസൂത്രണ രീതി ഈ ഒരു സൂപ്പർവൈസർക്ക് വേണം. അപ്പൊ ആ വർക്കേഴ്സിനെ എത്രത്തോളം എങ്ങനെ ഏതൊക്കെ രീതിയിൽ അവരറിയാതെ വിത്തിൻ ടൈം ആ വർക്കിംഗ് അവറിനുള്ളിൽ അവരുടെ എഫേർട്സിനെ ടൈമിനെ നമുക്ക് എങ്ങനെ വിനിയോഗിക്കാന്നുള്ളൊരു കഴിവും കൂടെ ഈ സൂപ്പർവൈസർക്ക് വേണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ മെറ്റീരിയൽസിന്റെ അൺഅവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ ഒക്കെ നിന്ന് പോകും. അതൊക്കെ ഭാവിയിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അതിനേക്കാൾ അപ്ഡേഷൻ ആയിരിക്കണം. എന്താണ് ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഒരു സൂപ്പർവൈസർ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനത്തെ അല്ലെങ്കിൽ വേറെ സ്കൂളിലാണെങ്കിലും എന്താണെങ്കിലും ഓരോ ഇതിലാണെങ്കിലും ആ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി ഒരു ക്വാളിറ്റി ഒരു സൂപ്പർവൈസർക്ക് വേണ്ടതാണ്. ഒരു സെൽഫ് പ്രേരിപ്പിക്കണം. ഒരു ഇംഗ്ലീഷ് പടം നമ്മൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു ഹാൻഡിക്യാപ്ഡ് ആയ ഒരു പയ്യന സ്കൂളില് അവരുടെ കൂട്ടുകാർ ഓടിക്കുമ്പോൾ അതിന്റെ അത് മിസ് പറഞ്ഞതായി എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഗേൾ ഫ്രണ്ട് പുറകെ നിന്ന് വിളിച്ചു പറയുമ്പോ അത് ആ കാലിലുള്ള മറ്റേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് ആ കുട്ടി നടക്കുന്നത്. അതെല്ലാം ഇതായി ആ കൊച്ചു ഓടി 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 പോകുന്ന ഒരു ഇംഗ്ലീഷ് ഫിലിം ഉണ്ട്. അതൊക്കെ അങ്ങനെ നമുക്കൊരാള് പ്രേരണ വേണം. ഇപ്പൊ നമ്മളില്ലേ കൊലപാതകം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും തെറ്റാണത് പ്രേരിപ്പിക്കുന്ന വ്യക്തിക്കുന്നാണ് ശിക്ഷ എന്ന് പറയൂലേ, അതേപോലെ ഒരു പ്രേരണ നമുക്ക് സൂപ്പർവൈസറി ഈ സൂപ്പർവിഷൻ ഉള്ള ഡ്യൂട്ടി ഉള്ള ആളത് ഒരു പ്രേരണ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇൻഫ്ലുവൻസർ ആയിരിക്കണം. എല്ലാവരും അവരെ മോട്ടിവേറ്റ് സ്വാധീന തന്ത്രങ്ങളുടെ ഉപയോഗം, അവരുടെ വീക്ക്നെസ് എന്താണ് അല്ലെങ്കിൽ അതനുസരിച്ച് അവരോട് നമ്മൾ പെരുമാറാൻ പഠിക്കണം. അതല്ല പറഞ്ഞത് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ അതിലൊരു ഗൈഡ് ആവാം, ഒരു ഫിലോസഫർ ആവാം, ഒരു കൗൺസിലർ ആവാം, എല്ലാം അതിലൂടെ നമുക്ക് ഫ്രണ്ടായി നമുക്ക് തോന്നാം, ഒരു മോട്ടിവേറ്റർ ആയിട്ട് തോന്നാം സൂപ്പർവൈസർ. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് വേണം ഒരു സൂപ്പർവിഷൻ എന്നുള്ളൊരു ആ ഒരു പൊസിഷൻ എടുക്കുന്നവർക്ക്. പിന്നെ മോണിറ്ററിംഗ്, മേൽനോട്ടം വഹിക്കാനുള്ള കഴിവുണ്ടാവണം. കൺസേൺ ഓഫ് അതർ, മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കരുതൽ വേണം. അണ്ടർസ്റ്റാൻഡ് ഈച്ച് പേഴ്സണാലിറ്റി, ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓരോ കുട്ടികൾക്കും ഓരോ ക്വാളിറ്റീസ് ആയിരിക്കും. ചില കുട്ടികൾ പഠിക്കില്ല, ചില കുട്ടികൾ ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും ചിലർക്ക് മറ്റുള്ള കുട്ടികളെ സഹായിക്കാൻ ഇഷ്ടമാണ്, ചിലർക്ക് സ്വന്തം കാര്യം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഓരോ കുട്ടികളും പ്രത്യേകം പഠിച്ചാൽ ആ ഒരു നല്ലതാണ് ആ ക്വാളിറ്റി. പിന്നെ ഓരോരുത്തരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് അറിയാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവരുടെ ഒരു കോമൺ വിഷൻ ഷെയർ ചെയ്യുക, അതായത് പൊതുവീക്ഷണം പങ്കിടുക. അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഒക്കെ ഒരു സൂപ്പർവൈസർക്കാണ്. ഇപ്പൊ നമ്മൾ ഈ അടുത്ത് എറണാകുളത്ത് നമ്മളൊരു സൂപ്പർവിഷൻ ഒരു ഇത് കണ്ടതല്ലേ, നമ്മുടെ തൃക്കാക്കര MLA ഉഷ തോമസ് വീണത് സ്റ്റേഡിയത്തിൽ. അത് ഒട്ടുമിക്കവർക്കും അറിയാമായിരുന്നു. ആ സംഘാടകർ അവിടുത്തെ ഓർഗനൈസർക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവാണ്. കാര്യം അവരൊരു സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് കുറച്ചും കൂടി അതായതാണ്. കാര്യം ഒരാൾക്ക് പോലും നടന്നു നീങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റേജ് ആണ് അവിടെ അലങ്കരിച്ചത്. ഇപ്പൊ അവര് 4 ദിവസമൊക്കെ വെന്റിലേറ്ററിലായിരുന്നു. ഞങ്ങളൊക്കെ റിനെ മെഡിസിറ്റിൽ മക്കളെ കൊച്ചിനെ കാണിക്കാനൊക്കെ മുമ്പൊക്കെ അവരൊക്കെ അവിടെ ICUലായിരുന്നു. അത് അവരുടെ സംഘാടകരുടെ പിഴവാണ്. ആ സ്റ്റേജ് ഇതൊക്കെ അവർ വേണ്ട രീതിയിൽ അവരത് ശ്രദ്ധിച്ചില്ല. 12 അടി താഴ്ചയിൽ നിന്നാണ് അവരത് വീണത്. മരണം വരെ സംഭവിക്കാൻ അവര് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് അവരൊരു റീൽസിൽ ഞാൻ കണ്ടതാണ്. അവര് പറയണത് ഞാൻ ആയതുകൊണ്ട് അവിടെ അത്ര നിന്നു, പക്ഷെ ഞാൻ പോകുന്ന പല സ്റ്റേജുകളിലും ചെറിയ കുട്ടികളാണ് റോസ് കൊണ്ട് എന്നെ വന്നിട്ട് വെൽക്കം ചെയ്യുന്നത്.
ആ ഒരു കുട്ടിയാണ് അവിടെ വീണിരുന്നെങ്കിലോ ആ ഒരു 12 അടി താഴ്ചയിൽ നിന്ന് ഇവർക്ക് ഈ മറ്റേതാണ് ഉഷ തോമസിന് ആ MLA-ക്ക് ഒരുപാട് ആന്തരികമായ ഇവിടെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായ വീഴ്ചയിൽ നിന്ന്. അപ്പൊ ഒരു കുട്ടി ആയിരുന്നെങ്കിൽ അതെന്തായിരിക്കും എന്നാണ് അവരത് ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഓർഗനൈസറുടെ സൂപ്പർവിഷനിൽ തന്നെയാണല്ലോ അവര് മറ്റേ അഴിമതി പോലെ കല്യാൺ സിൽക്ക് 500 രൂപയുടെ സാരി കൊടുത്തിട്ട് ഇവര് 3 ഇരട്ടി വിലയാണ് ഓരോ കുട്ടികളുടെ വാങ്ങിച്ചത്. അതില് പാവപ്പെട്ട ഓരോ സ്വപ്നങ്ങളായിട്ട് അത് അരങ്ങേറ്റം കുറിച്ചവരുടെ നിന്നും അവര് നന്നായിട്ട് ആ ഒരു ഇത് വാങ്ങിച്ച. അപ്പൊ ഒരു സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ എല്ലാം അതിൽ ഉൾപ്പെടും. ഒരു ഡയറക്ഷൻ, കൺട്രോളിംഗ്, പ്ലാനിങ്, സ്റ്റാഫിംഗ്, കോഡിംഗ്, ഏത് മേഖലകളിലായാലും സൂപ്പർവിഷൻ സക്സസ്ഫുള്ളി ആയിരുന്നാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇനിയിപ്പോ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ സ്കൂൾ എഡ്യൂക്കേഷനിൽ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ, അതായത് കറക്റ്റ് സൂപ്പർവിഷൻ ആണ് ഒന്നാമത്തെ പോയിന്റ്. ആ സൂപ്പർവിഷനിൽ എന്ന് പറയുന്നത് ദ ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഓർ സൂപ്പർവൈസർ വിസിറ്റ് സ്കൂൾ വിത്ത് ദ ഇന്റന്റ് ഓഫ് ലൊക്കേറ്റിംഗ് ഫോൾട്ട് ആൻഡ് മിസ്റ്റേക്ക് വിത്ത് ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ഗ്രോത്ത് ഓഫ് സ്റ്റുഡന്റ്. ആ ടീച്ചിങ് മെത്തേഡ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാസ്സിൽ അവർക്ക് മറ്റേ ഇത് ഒരു ടീച്ചർ ഒരു പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നല്ലതാണ്. അതിലൂടെ പിള്ളേർക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ റോൾ പ്ലേ നല്ലതാണ് കുട്ടികളെ അവർക്ക് അച്ചീവ് ചെയ്യാൻ. അല്ലാതെ എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും പഠിപ്പിച്ച് പോകണം. അല്ലാതെ കുട്ടികളിൽ നിന്നുള്ള ഒരു പേഴ്സണാലിറ്റി. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ്. നമ്മൾ വേണ്ടതാണ് എഡ്യൂക്കേഷൻ. അതിലൂടെയാണ് നമ്മുടെ മക്കൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സെൽഫ് അവയർനെസ്, അങ്ങനെ ഒരു ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ അതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സ്കൂളിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം കൂടുതൽ പഠിക്കേണ്ടത്. ഇതൊക്കെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പഠനം മാത്രമല്ല, കുട്ടികൾക്ക് സെൽഫ് അവയർനെസ് കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ കുറവാണ്. കാര്യം നമ്മുടെ മക്കളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ ലിസണിങ് പവർ കുറഞ്ഞേക്കണേണ്. അവർക്ക് കേൾക്കാൻ ക്ഷമയില്ല. എന്റെ മൂന്നാമത്തെ +1 പഠിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അവനിക്ക് എന്റെ കേൾക്കാൻ നേരമില്ല. അവന്റെ ഫ്രണ്ട്സിന്റെ പറയുന്ന ചിരിയും കളി. ഞാൻ എന്തെങ്കിലും ഉമ്മച്ചിക്ക് അറിഞ്ഞൂടാ. ആ ലെവലിലാണ്. കുട്ടികൾക്ക് അതില്ല. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എന്തെല്ലാം പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. ഒരു അടി വന്നാൽ നമുക്ക് അപ്പ സെൻസ് വന്നു. ഇവിടെ ഒരു അടി കൊടുത്താൽ അവരുടെ സെൻസ് അവരെന്താ ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ചില സമയത്തൊക്കെ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറയും. ചില സമയത്ത് അവരെ നമ്മൾ പോട്ടെ, ആ ഒരു പ്രായമല്ലേ. അപ്പൊ അതൊക്കെ സെൽഫ് അവയർനെസ് കുറച്ച് വീടിന്റെ ഒപ്പം തന്നെ കൊടുക്കാൻ സ്കൂളും ശ്രമിക്കണം. അപ്പൊ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു പഠിത്തം എന്ന് പറയുന്നത് ബുക്കുകളെ മാത്രം അറിവ് മാത്രമല്ല, അതിൽ നിന്ന് എന്തെല്ലാം കുട്ടികൾക്ക് അറിയാന്നുള്ള രീതിയിലും കൊണ്ടുള്ളൊരു പഠനം കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ ഈ സൂപ്പർവിഷൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസം മാം ഒരു സെക്യൂരിറ്റി ഇതിന്റെ പറഞ്ഞില്ലേ, നമ്മൾ ഹോട്ടലുകളിലും ഗാർമെന്റ്സിലൊക്കെ പോകുമ്പോൾ ആ ഒരു സൂപ്പർവിഷൻ, ആ സെക്യൂരിറ്റി, നോൺ ടീച്ചിങ് സ്റ്റാഫ് അല്ലെങ്കിൽ വേറെ ക്ലീനിങ് സ്റ്റാഫ് ഒക്കെ ഇല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതേപോലെ മറ്റേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോ, കല്യാണം ഞങ്ങൾക്ക് സൺഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കാറിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത് ഇവിടെ വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ആങ്ങളെയും സെക്യൂരിറ്റി ഗാർഡും തമ്മിൽ ഒരു വഴക്കായി. പക്ഷെ നേരത്തെ പറയായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ എടുത്തില്ല. അവിടുന്ന് ഞങ്ങൾ ഓപ്ഷൻസിന് അംഗന്മാർ ഓപ്ഷൻസ് എടുക്കാതെ നേരെ ഞങ്ങൾ പോയി. അപ്പൊ ആ ഒരു കടക്കാണ് അതിന്. അപ്പൊ ഫസ്റ്റ് കയറ എൻട്രൻസിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ അവർ കൊടുത്തില്ല. പറയണം, കസ്റ്റമേഴ്സിനെ നമ്മൾ നന്നായിട്ട് ഡീൽ ചെയ്താൽ വേണ്ടി മാത്രമാണ് നമ്മൾ. അപ്പൊ അവിടുത്തെ ആ സെക്യൂരിറ്റിയുടെ ആ ഒരു ഇത് ശരിയാവാത്തതിന്റെ പേര് അവിടെ നിന്ന് പിണങ്ങിപ്പോയി. അതുപോലെ പല സ്ഥലത്തും അങ്ങനെ തന്നെ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ ഓടി വരും. എന്നിട്ട് അങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആക്കും. ഞാനൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു മിസ്റ്റേക്ക് ആണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലൊക്കെ വളരെയധികം നമുക്ക് വിഷമം വരും അവരുടെയൊക്കെ ഒരു ഇത് പറയുമ്പോൾ. അപ്പൊ എല്ലാ മേഖലകളിലും യഥാർത്ഥ രീതിയിലുള്ള ഒരു സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. സൂപ്പർവിഷൻ ഒരുപാട് ക്വാളിറ്റീസുകൾ സൂപ്പർവൈസർക്ക് വേണം. ഒരുപാട് പറയാനുണ്ട്, എനിക്ക് ടെൻഷൻ കണ്ടതുകൊണ്ട് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ സെമിന, വെരി വെൽ ഡൺ. എനിക്ക് തോന്നുന്നു ഞാൻ എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. സെമിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ആ ലെസൺ. കുറെ കാര്യങ്ങൾ നല്ലപോലെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു. കുറെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ലീഡർഷിപ്പ്, വിഷൻ, മിഷൻ, അല്ലെ, പിന്നെന്താ, പ്രോംപ്റ്റ് ആയിരിക്കണം, അലർട്ട് ആയിരിക്കണം, പിന്നെ ഇൻഫ്ലുവൻസർ ആയിരിക്കണം, അങ്ങനെ എല്ലാ രീതിയിലും പറഞ്ഞു. ഓക്കെ ഫൈൻ. ഇനി ഹരിതയുണ്ടോ? ആക്ച്വലി ഞാൻ ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിൽ ഏതെങ്കിലും എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞതുപോലെയാണ് എൻ്റെ ഓർമ്മ. ഹരിത ഹരിതയാണോ? അതെ അതെ. പ്രൊഫൈലിനെയും വേറെ കണ്ടപ്പോ എനിക്ക്. ഹരിത ഏതാ പ്രിപ്പയർ ചെയ്തിരിക്കുന്നേ? ഫോണിന്ന് കയറിയതാണ്. ഓക്കെ. ഏതാ പ്രിപ്പയർ ചെയ്തിരിക്കുന്നേ?
ടൈപ്സ് ആണോ? ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ സൂപ്പർവിഷൻ. എന്തോ ഞാൻ കേട്ടില്ല. പ്രിവെന്റീവ് സൂപ്പർവിഷൻ. പ്രിവെന്റീവ് സൂപ്പർവിഷൻ. ഓക്കെ ഓക്കെ ഫൈൻ, പ്ലീസ് സ്റ്റാർട്ട്. മാം വീഡിയോ ഇല്ല ഇതില്, അതുകൊണ്ടാണ്. ആ. ഓഡിയോ വേറെ ഫോണിൽ നിന്ന് കയറിയതുകൊണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, ഐ ആം യൂസ് ടു ഇറ്റ്. ബാക്കി പാർട്ടിസിപ്പൻസിന് ഓക്കെ ആണെങ്കിൽ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. Good afternoon all and good afternoon ma'am. Today I am taking the topic that preventive supervision. First, education സൗണ്ട് supervision. കുറച്ച് പ്രശ്നമുണ്ട് ഞങ്ങൾക്ക്. എനിക്കത്ര ക്ലിയർ അല്ല, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സൗണ്ട് ഒന്നും കൂടെ, ഫോൺ ഒന്നും കൂടെ സെറ്റ് ആക്കി വെക്കാൻ പറയും. ഓഡിയോ ഒന്ന് എനിക്കും അതെ മാം, എനിക്കും ക്ലിയർ അല്ല. റിലാക്സ് ആൻഡ് ഓഡിയോ ഒന്ന് ക്ലിയർ ആക്കാം. ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ അതോ എങ്ങനെയാ? ഇല്ല മാം. കുറച്ചുകൂടി വോളിയത്തിൽ പറഞ്ഞാൽ മതി. ശബ്ദശ്രീ ഒന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കും. വീട്ടിലല്ലേ? അതെ. ഈ സൗണ്ട് മതി. ഓക്കെ പ്ലീസ്. സോ ഇപ്പോ സമീന പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ടൈപ്പ് സൂപ്പർവിഷന്റെ നെക്സ്റ്റ് ആണ് പ്രിവെന്റീവ് ടൈപ്പ്. അതിൽ ഫസ്റ്റ് നമ്മൾ എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ എല്ലാവർക്കും അറിയാലോ. അപ്പൊ എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ മീൻസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റീസും അതുപോലെ തന്നെ ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങും ആണ്. ടീച്ചേഴ്സിന് ചിൽഡ്രൻസിനെ ബെറ്റർ ലേണേഴ്സ് ആക്കി മാറ്റാൻ ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് ആണ് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ. So supervision means it is a combination of two words, super and vision. Super means over and vision means to see. അപ്പോൾ മറ്റുള്ളവരുടെ വർക്ക്സിനെ ഓവർസീൻ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാകുമ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചിങ് സ്റ്റാഫ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഗൈഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സൂപ്പർവൈസർ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നവരുടെ ഇംപ്രൂവ്മെന്റിനും കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇതിൽ 5 ടൈപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ കറക്റ്റീവ്, സെക്കൻഡ് വൺ പ്രിവെന്റീവ്, തേർഡ് വൺ കോയേഷീവ്, ഫോർത്ത് വൺ ക്രിയേറ്റീവ് ആൻഡ് ഫിഫ്ത്ത് വൺ ക്ലിനിക്കൽ. This is second one, preventive supervision. Preventive supervision means it is a teacher and principals are themselves able to prevent troubles and problems. Being an experienced person, supervisor can foresee all type of problems. അപ്പോൾ ഒരു സൂപ്പർവൈസർ നല്ല എക്സ്പീരിയൻസ് ആയ ഒരാളാണെങ്കിൽ അയാൾക്ക് എല്ലാ പ്രോബ്ലംസെയും മുൻകൂട്ടി കാണാനും അതിനുള്ള ഓൺ ടൈം സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയ പേഴ്സൺ ആണെങ്കിൽ ഓൾ ടൈപ്സ് ഓഫ് പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കും. ദേ ക്യാൻ സൂപ്പർവിഷൻ ടു ബി സക്സസ്ഫുൾ, സൂപ്പർവൈസർ നീഡ് ടു ബി എക്സ്ട്രീംലി വെൽ ട്രെയിൻഡ്. ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത ഒരു സൂപ്പർവൈസറാണ് സൂപ്പർവിഷനെ ഏൽപ്പിക്കുന്നെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ ആണ് സൂപ്പർവൈസ് ചെയ്യുന്നതെങ്കിൽ സൂപ്പർവിഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നടക്കും. എക്സ്പീരിയൻസും ആൻഡ് വെൽ ട്രെയിൻഡ് സൂപ്പർവൈസർ ആണെങ്കിൽ സൂപ്പർവിഷൻ ബെസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. പിന്നെ ഈ പ്രിവെന്റീവ് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ് കൂടുതൽ ഇഫക്റ്റീവ് ദാൻ കറക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത്. കറക്റ്റീവ് ടൈപ്പിനേക്കാളും പ്രിവെന്റീവ് സൂപ്പർവിഷൻ ആണ് കൂടുതലും ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്വാളിറ്റീസ് ഇൻ ദ ടീച്ചേഴ്സ് ലൈക്ക് ഇമാജിനേഷൻ, അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ബീങ് സൊല്യൂഷൻ ഓറിയന്റഡ്. അതായത് ടീച്ചേഴ്സിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ക്വാളിറ്റീസ് ലൈക്ക് ഇമാജിനേഷൻ, പ്ലാനിങ് ആൻഡ് സൊല്യൂഷൻ ഓറിയന്റഡ് ഇത്തരത്തിലുള്ള ക്വാളിറ്റീസിന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ടീച്ചിങ് ഓർ ലേണിംഗ് പ്രൊസീജിയർ ബിക്കം മോർ ബെനിഫിഷ്യൽ ആയിരിക്കും. ടീച്ചിങ് പ്രൊസീജിയേഴ്സും ലേണിംഗ് പ്രൊസീജിയേഴ്സും കൂടുതലും ബെനിഫിഷ്യൽ ആയിരിക്കും ഈ പ്രിവെന്റീവ് ടൈപ്പ് ഓഫ് സൂപ്പർവിഷനിൽ. ഇറ്റ് ഇസ് ആസ് ദർ എ പ്രിവെന്റീവ് മെത്തേഡ് ബീങ് അപ്ലൈഡ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ചാൻസസ് ഓഫ് കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ബിക്കം വെരി ലെസ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രിവെന്റീവ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്സിനുള്ള ചാൻസസ് വളരെയധികം കുറവായിരിക്കും.
മിസ്റ്റേക്സ് വരുന്നത് കുറവായിരിക്കും പ്രിവെന്റീവ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്: teachers have to look out for all kinds of problems that may arise and be ready with their possible solution before during the process. അതായത് ടീച്ചേഴ്സ് എപ്പോഴും ഏതൊരു പ്രോബ്ലം അറൈസ് ചെയ്യുകയാണെങ്കിലും അതിന് പറ്റിയ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഓൾ ടൈം ക്യാപ്പബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ദർ വർക്ക് ലോഡ് ഇൻക്രീസസ് ആൻഡ് ദേ അണ്ടർ മോർ പ്രഷർ. അവർക്ക് കൂടുതൽ എല്ലാ പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വർക്ക് ലോഡും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ പ്രഷറും അനുഭവപ്പെടും. കാരണം ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതൊരു പ്രോബ്ലം അറൈസ് ചെയ്താലും അവരുടെ കയ്യിൽ ഓൺ ടൈം സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് അത് കാരണം വർക്ക് ലോഡ് കൂടുന്നത് കാരണം പ്രഷർ ഇൻക്രീസ് ചെയ്യണം, എല്ലാ പ്രോബ്ലംസൊന്നും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. So the constant supervision, they worry about their future in the process and spoil their present. Teachers may fail to become creative and it makes more problems oriented. ടീച്ചേഴ്സ് കൂടുതലായിട്ടും ക്രിയേറ്റീവ് ആവുന്നതിന് ഫെയിൽ ആയിരിക്കും. കാരണം അവർക്ക് പ്രഷറും വർക്ക് ലോഡും ഒക്കെ ഇൻക്രീസ് ആവുന്ന സമയത്ത് സോ അതിനെ റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ വരുന്നതാണ്. ദെൻ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇംപ്രൂവ് അക്കാഡമിക് പെർഫോമൻസ്. അക്കാഡമിക്കിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. ഏർലി സപ്പോർട്ട് ക്യാൻ എൻഹാൻസ് സ്റ്റുഡൻസ് ഔട്ട്കം. സ്റ്റുഡൻസിന്റെ ഔട്ട്കംസ് ഇൻക്രീസ് ചെയ്യാൻ ഏർലി സപ്പോർട്ട് അക്കാഡമിക് പെർഫോമൻസിൽ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ദെൻ റെഡ്യൂസ് ബിഹേവിയർ ഇഷ്യൂസ്, എൻഹാൻസ് സ്റ്റുഡൻസ് വെൽബീയിങ്. സപ്പോർട്ടീവ് എൻവയോൺമെന്റ് പ്രൊമോട്ട് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. സ്റ്റുഡൻസിന്റെ വെൽബീയിങ്ങിനെ കൂടുതലായിട്ടും ഇത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. പ്രിവെന്റീവ് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ സ്റ്റുഡൻസിനാണ് അവരുടെ വെൽബീയിങ്ങിനെ സപ്പോർട്ടിങ് ആയിട്ടുള്ള എൻവയോൺമെന്റും ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഗ്രോത്തിനെയും ഹെൽപ്പ് ചെയ്യും. ബൈ ഫോക്കസിങ് ഓൺ പ്രിവെൻഷൻ, എഡ്യൂക്കേറ്റേഴ്സ് ക്യാൻ ക്രിയേറ്റ് എ മോർ സപ്പോർട്ടീവ് ആൻഡ് ഇഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്. പ്രിവെൻഷന് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സിന് കൂടുതലായിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് പ്രിവെന്റീവ് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ. Okay, Harika. So anybody has anything to add and anything to say about these two seminars? എന്തെങ്കിലും പറയാനുണ്ടോ രണ്ട് സെമിനാറിനെ കുറിച്ച്? എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ടൈമില്ല, ലൈക്ക് സെമിനാർ പോലെ കണ്ടക്ട് ചെയ്യാനായിട്ട് ടൈമില്ല. So it's better for you to take any topic and prepare a seminar report, because there is one more area in your practical session. PG-കാർക്ക് ഒരു ഏരിയയും കൂടി ഉണ്ട് പ്രാക്ടിക്കൽ സെഷനിൽ, that is seminar or assignment. You can prepare it as an assignment or seminar. റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ടെൻഷൻ വേണ്ട. വൈവ ഓൾറെഡി കുറെ പേരുടെ കഴിഞ്ഞു, അപ്പൊ ഇതെങ്ങനെയാ അങ്ങനെ എന്നൊക്കെ ഒരു ടെൻഷൻ വേണ്ട. എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി ഇത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ. സെമിനാർ എടുത്തവരുടെയൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഉള്ളവർ എന്നെ പേഴ്സണലി പിന്നീട് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 15th അല്ല, ഒരു 10th മുമ്പ് അത് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് നിങ്ങൾ പതുക്കെ എഴുതി വെച്ചാൽ മതി. ടോപ്പിക്കിനെ പറ്റി നെക്സ്റ്റ് എന്നെ ഒന്ന് വിളിക്കൂ, ഒരു മെസ്സേജ് ഇടുക. ഇത് പറയാനാണെന്ന് മെസ്സേജ് ഇടുമ്പോൾ നമുക്കൊരു വീഡിയോ ചാറ്റോ വീഡിയോ ഓൺലൈൻ ചെയ്യും. സെമിനാർ ടോപ്പിക് എന്താ എടുക്കേണ്ട സെമിനാർ ടോപ്പിക് ആണോ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി ചിലര് പറഞ്ഞു സെലക്ട് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചു. മാം നമുക്ക് പുറത്തുനിന്ന് വല്ല സെലക്ട് ചെയ്യാൻ പറ്റുമോ? റിലേറ്റഡ് വിത്ത് കണ്ടന്റ് ഉള്ളി നമ്മളുടെ ടോപ്പിക് റിലേറ്റഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെമിനാർ എടുത്തവര് റിപ്പോർട്ട് തയ്യാറാക്കണോ? സെമിനാർ ക്ലാസ്സിൽ എടുത്തവര് തയ്യാറാക്കണോ റിപ്പോർട്ട്? എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കുന്നത് നല്ലത്. വേറെ ഒന്നും കൊണ്ടല്ല, ചില സ്കൂളുകളിലൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എന്തെല്ലാം ചെയ്തപ്പോ മാർക്ക് ലിസ്റ്റിൽ സെമിനാർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് എടുക്കുക, അല്ലെങ്കിൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ മാർക്ക് എടുക്കുക. അപ്പൊ അതെന്താണ് റിപ്പോർട്ട് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ നമ്മൾ എടുത്ത ടോപ്പിക്കിനെ കുറിച്ച് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി. ഞാൻ ഈ ഒരു ടോപ്പിക് അതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കണം, കാരണം അവർ ചോദിക്കുമ്പോൾ പറയാൻ പറ്റണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യും. മാം ഇത് 3 ക്ലാസ്സിൽ ഏതെങ്കിലും ഒന്നിൽ സെമിനാർ എടുത്താൽ മതിയില്ലേ?
3 ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ അതോ മാമിന്റെ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിൽ സെപ്പറേറ്റ് വേണോ? അങ്ങനെ വേണ്ട, ഒറ്റ സെമിനാർ എടുത്താൽ മതി. അല്ല, അവിടെ മറ്റു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ എടുക്കണം. അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു പേര്. എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ പേര് തന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ മാം. സമയമില്ലാത്തോണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് സെമിനാർ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വി വിൽ മീറ്റ് ഇൻ എ വീഡിയോ കോൾ. ഒരു വീഡിയോ കോളിൽ പേഴ്സണലി കണ്ട്, വാട്സാപ്പ് വീഡിയോ കോൾ, എന്തെങ്കിലും ഒരു വീഡിയോ കോളിൽ കണ്ടിട്ട് പറയാം. അത് വൈവ കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ഞാനൊരു 5 മിനിറ്റ്സും കൂടെ എക്സ്ട്രാ, കഴിയാത്തവർക്ക് ഒരു 5 മിനിറ്റ്സ് കൂടെ തന്നാൽ യു ക്യാൻ പ്രസന്റ് യുവർ സെമിനാർ ഇൻ ദ സെമിനാർ ഓർ വാട്ട് എവർ ഇറ്റ് ബി. പക്ഷെ 5 മിനിറ്റ്സ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യണം, ഒന്ന് ബ്രീഫ് ചെയ്യണം. എന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഞാൻ വൈവ നടത്തുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളാണോ അത് ചെയ്തത്, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ, യു ഹാവ് ദാറ്റ് നോളജ്. നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ കയറിയോന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അത് എങ്ങനെ ചെയ്തു, എങ്ങനെ ഭംഗിയാക്കി ഒന്നും ഞാൻ ചോദിക്കാറില്ലല്ലോ, റെക്കോർഡൊന്നും ഞാൻ കാണിക്കാൻ പറയാറില്ലല്ലോ, എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അതിനെ കുറിച്ച് നല്ലപോലെ അവെയർ ആയിരിക്കണം. ആരെങ്കിലൊക്കെ നമുക്ക് ചെയ്തു തരുന്ന പോലെയല്ല, നമ്മൾ അവെയർ ആയിരുന്ന ഇന്റർവ്യൂവിന് പോകുമ്പോൾ പേടിക്കണ്ട. ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് സ്പ്രിട്ടപ്പില് സെമിനാർ എന്ന് കാണുന്നു, റിപ്പോർട്ട് എന്ന് കാണുന്നു. അപ്പൊ അത് കാണുമ്പോൾ അവര് ചോദിക്കും അതെന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന റിപ്പോർട്ട് വേണമല്ലോ. സർവേയുടെ ഉദ്ദേശിച്ചായിട്ട് റിപ്പോർട്ട് എന്നുള്ളത്. പിന്നെ സെമിനാർ ഓർ നിങ്ങൾക്ക് പറയാം സെമിനാർ ഓർ അസൈൻമെന്റ് ആണ് ഓപ്റ്റ് ചെയ്തെങ്കിൽ ഞാൻ അസൈൻമെന്റ് ആണ് ഓപ്റ്റ് ചെയ്തത്. സോ അസൈൻമെന്റ് എഴുതുന്ന ഒരു രീതി വേറെയും സെമിനാറിന് വേറെ രീതിയില്ല. സെമിനാർ ഒരു പ്രോജക്ട് റിപ്പോർട്ടൊക്കെ എഴുതുന്ന പോലെയൊക്കെ നമ്മൾ സെമിനാർ എഴുതുമല്ലോ, ഒരു ടോപ്പിക്കും അതുപോലെ ഒരു കണ്ടന്റ് ഉള്ള ടോപ്പിക് ആയിരിക്കുമല്ലോ സെമിനാറിന് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ഞാന് നാളെ ഉച്ചയ്ക്കും കൂടി ഒരു ക്ലാസ്, ഞാനിപ്പോ മാമിന് അത് മെസ്സേജ് അയക്കുമായിരുന്നു, ക്ലാസ് ചോദിച്ചിട്ടുണ്ട്. നൈറ്റിൽ നമുക്കുണ്ട്. നാളെ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ വൈവ ആരുടെയെങ്കിലുമായിട്ട് ക്ലാഷ് ആവുമോ? ഒരു 1:30 തുടങ്ങി 2:30 വരെ എടുത്താം. ഞാൻ വൈവയുടെ ടൈം ടേബിൾ നോക്കിയപ്പോ ആ ഒരു ടൈമിൽ വൈവയൊന്നും കണ്ടില്ല. 1:30ക്ക് ക്ലാസ് വെച്ചാൽ ജോയിൻ ആവാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉച്ചയ്ക്ക് കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? ഞാൻ 1:30 പറഞ്ഞ 2:30 പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഥവാ ഒരു 3 o'clock വരെയൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് 1:30 3 ആക്കിയത് ടൈം. ഇനി അഥവാ 1 hour ഓക്കെ ആവുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, സോ മാമിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, വോയിസ് ആണ്, ഞാൻ കേട്ടോട്ടെ. ക്ലാസ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ പറഞ്ഞിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് ക്ലാസ്. അപ്പൊ എനിക്ക് തോന്നുന്നു 12:55 1 മണി വരെ എങ്ങാണ്ടേ വൈവേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ 1:30 ഇട്ടാൽ ആരെയും ഡിസ്റ്റർബ് ചെയ്യില്ലായിരിക്കും. ഇപ്പൊ തന്നെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരാൻ വേണ്ടി ഞാനൊന്ന് മെസ്സേജ് കൊടുത്തേക്കട്ടെ. മാം, പി ജിക്കാരുടെ എക്സാം ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ടോ? എക്സാം ഡേറ്റ് ആയിട്ടില്ല. പിന്നെ മായ ഒരു ഡൗട്ട് ചോദിച്ചില്ലായിരുന്നോ, എക്സാം ഞങ്ങൾ ഇപ്പൊ എഴുതണോ വേണോ എന്നുള്ള കാര്യം? അപ്പൊ മായ പി ജിയുടെ എക്സാം ഇപ്പൊ ഇവരുടെ കൂടെ തന്നെ എഴുതും, ഡിപ്ലോമയുടെ നിങ്ങളുടെ ടൈം ആകുമ്പോൾ. എക്സാം സാറ്റർഡേ നമ്മുടെ ക്ലാസ് കഴിയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഒരു 5-6 ഡേയ്സ് സ്റ്റഡി ലീവ് തന്നിട്ട് എക്സാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാറ്റർഡേ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകളെല്ലാം ഗ്രൂപ്പിൽ എത്തും. അതായത് ഇന്നും നാളെയായിട്ട് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യും, നാളെ കൊണ്ട് ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ മെയിൻ ഗ്രൂപ്പിലേക്ക് വരും കേട്ടോ. ക്വസ്റ്റ്യൻസ് എഴുതാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ MCQ എഴുതാൻ പറ്റിയ ടോപ്പിക്കും അല്ല. അത് കാരണം ഇറ്റ് ഈസ് വെരി ടഫ്. അതുകൊണ്ട് ഒന്ന് ആലോചിക്കാം MCQ പ്രിപ്പയർ ചെയ്യാൻ വെച്ചാൽ. യെസ് പ്ലീസ്. എന്നായിരിക്കും ഏകദേശം എക്സാം പി ജിയുടെ വരിക? ക്ലാസ് കഴിഞ്ഞ് 5 days സ്റ്റഡി ലീവ് എന്നുള്ള രീതിയിലാണ് എന്നോട് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു ഹാവ് എനി സജഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ MT1-നും MT3-ക്കും സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോ എക്സാം കഴിഞ്ഞ് ഒരു 5 days എങ്കിലും കിട്ടിയാലാണ് നല്ല വർക്കാണ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്. മാർക്സ് എല്ലാം എൻട്രി ചെയ്യണം, നിങ്ങളുടെ സ്മാർട്ട് ലിസ്റ്റിലേക്ക് മാർക്ക് എല്ലാം എൻട്രി ചെയ്യണം, ഓരോ ഗ്രേഡ് ഇടണം.
അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞ ഉടനെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. അത് ഒരാളുടെ ആണെങ്കിലും 10 പേരുടെ ആണെങ്കിലും 100 പേരുടെ ആണെങ്കിലും അത് ഒരു ടീം അതിന്റെ പുറകെ കിടന്ന് നല്ലപോലെ കഷ്ടപ്പെടുമ്പോഴാണ് അത് കറക്റ്റ് ടൈമിൽ സർട്ടിഫിക്കറ്റ്. ചുമ്മാ സർട്ടിഫിക്കറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് ഈസി ആയിരുന്നു. ഇത് നമുക്ക് സ്പ്ലിറ്റ് അപ്സ് ശരിക്കും ഉണ്ട്. മാർക്ക് ലിസ്റ്റിന്റെ സ്പ്ലിറ്റ് അപ്പ്, ഈ മാർക്ക് ലിസ്റ്റിന്റെ സ്പ്ലിറ്റ് അപ്പ് വയ്ക്കുന്ന തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ആ മാർക്ക് ലിസ്റ്റില് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവരിതെല്ലാം കഴിഞ്ഞു. ദാറ്റ് മീൻസ് അത്രയും അപ്ഡേറ്റഡ് ആക്കിയിട്ടാണ് നമ്മൾ സബ്ജക്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എൻട്രി ചെയ്യാം. ഒരേ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ, പക്ഷെ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ മാർക്ക് ഇങ്ങനെ മാം ഒരു ഡൗട്ടാണ്. അതായത് ഇപ്പം MT1 കോൺവെക്കേഷൻ 10th എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവരുടെ ഈ PG എക്സാംസ് ഓൾറെഡി കഴിഞ്ഞോ? ഇല്ലില്ല, അവര് ഈ ഇതിന്റെ കൂടെ ഉണ്ട്, ഈ ക്ലാസ്സിലുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഒപ്പം തന്നെ ആയിരിക്കില്ലേ ഞങ്ങളുടെയും കോൺവെക്കേഷൻ വരുന്നേ? കാരണം ഒരുമിച്ച് എക്സാം കഴിയുന്നോണ്ട് അങ്ങനെ വരുമോ, അതോ ഞങ്ങൾക്ക് പിന്നെയും ഡിലേ ആയിട്ടാണോ വരുന്നത്? 10th കോൺവെക്കേഷൻ അവര് കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പൊ അത് കാരണം നിങ്ങളുടെയും അവരുടെയും കോൺവെക്കേഷൻ ഒരുമിച്ചായിരിക്കും, 19th അല്ല, അപ്പൊ മിസ് 10th എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആയിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ചെറിയൊരു ഒരു ഡിസ്കഷൻ, ഒരു കൺഫ്യൂഷൻ ഒക്കെ വന്നപ്പോ ഒരു ഡിസ്കഷൻ ഒക്കെ വന്ന് അത് 19th തന്നെ ആക്കിയിട്ടുണ്ട്, ഒരുമിച്ച് ആക്കിയിട്ടുണ്ട്. അപ്പൊ എക്സാം എന്തായാലും 19th മുമ്പ് ഉണ്ടാവൂലേ? 19th ഒരു 5th 6th നടന്നാലാണ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ മാർക്ക് ലിസ്റ്റിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. PG എക്സാം എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഒരുമിച്ചല്ലേ കിട്ടുന്നത്? യെസ്, ഒരുമിച്ചാണ് കിട്ടുന്നത്. PG എടുത്തിരിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ 2 മാർക്ക് എക്സ്ട്രാ, 2 സബ്ജക്ട് കൂടുതലുണ്ടാവും. ഒരു പ്രോജക്ട്, സെമിനാർ, അസൈൻമെന്റ്, ഒരു പ്രാക്ടിക്കൽ സെഷനിൽ ഒരെണ്ണം കൂടി വരും. അല്ലാതെ സ്പ്ലിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് അല്ല. PG എടുത്തവർക്ക് ഒറ്റ ഇതിൽ തന്നെ എല്ലാം വരും. ഡിപ്ലോമക്കാരുടെ അത് മാത്രം. മാം, ഡിപ്ലോമയുടെ റിസൾട്ട് എപ്പോഴാ വരിക? വിച്ച് ബാച്ച്? ഹരിത ഏത് ബാച്ചാ? MT3 ആണോ? നിങ്ങളുടെ റിസൾട്ട് എപ്പോഴാ വരിക? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ തിയറിയുടെ റിസൾട്ട് എല്ലാം ആയിട്ടുണ്ട്, ഔട്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ പ്രാക്ടിക്കൽ സെഷന്റെ വൈവ എടുത്തവരുടെ അനുസരിച്ച് മാർക്സ് എൻട്രി കൊടുത്തോണ്ടിരിക്കുക. മീൻസ് ഞാൻ എൻട്രി ചെയ്യണം, എന്നാലേ അവർക്ക് അവിടെ കിട്ടുള്ളൂ. പിന്നെ മീൻസ് കോൺവെക്കേഷന് വരാൻ പറ്റാത്തവരുടെ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ചെയ്യും. യെസ്, ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യും. മിഥുൻ, PG യെസ്. MT4 മെയിൻ എക്സാം May 5th സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? എന്തോ? MT4 മെയിൻ എക്സാം നിങ്ങളുടെ ഡേറ്റ് വന്നോ? എനിക്ക് കിട്ടിയില്ല. May 5th ആണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അപ്പൊ എന്തായാലും PGയുടെ കേട്ടോ. അത് 13 വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ PG വരുവാണോ, PGയുടെ എക്സാം വരുമോന്നാണ് ചോദിച്ചത്. സിസ്റ്റർ, ഞാൻ ഇപ്പൊ തന്നെ മാമിന് മെസ്സേജ് തരാം. അല്ലെങ്കിൽ അത് പിന്നെ വിട്ടുപോകും. കാരണം രണ്ടും കൂടെ ക്ലാഷ് ആവില്ലേ അപ്പോ? കേട്ടിട്ടുണ്ട്. നമുക്ക് കൺഫേം ചെയ്യാം. നാളെ എന്തായാലും നമ്മൾ കാണുമല്ലോ. ഓക്കെ, സോ ടൈം കാലമായില്ലേ. മാമിന്റെ നമ്പർ തരുമോ? ഷുവർ, തീർച്ചയായിട്ടും തരും. PG എക്സാം May 1st വീക്കിൽ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അഡ്രസ് ചെയ്തു തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ വായിക്കൂ. PG ടഫ് ഒന്നും ആയിരിക്കില്ല, അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഡിപ്ലോമ ക്വസ്റ്റ്യൻസ് ആദ്യമൊക്കെ കുറച്ച് ടഫ് ആയിട്ട് തോന്നി. ബട്ട് പലരും എന്നോട് പിന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, വായിച്ചു കഴിഞ്ഞപ്പോ മാം അത് കണക്ട് ചെയ്യാൻ പറ്റി, ക്ലാസ് കേട്ടത്, ക്ലാസ് ഒന്നുകൂടെ നോക്കിയപ്പോ കണക്ട് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു.
എക്സാം നമ്മളുടെ എന്താ പറയാ, അതൊരു ക്രൈറ്റീരിയ തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് എന്റെ വൈവയ്ക്ക് മാർക്കൊക്കെ കുറവുണ്ടായിരുന്നു. സി ഗ്രേഡ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, C+. അത് ഏതിനായിരുന്നു മറന്നുപോയി, ഇപ്പൊ പറയാട്ടോ. ഫോട്ടോ എടുത്ത് സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വൈവ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വീക്കിന് വൈവ കണ്ടിന്യൂ ചെയ്യോ? വൈവ തരാം, ഞാൻ സൺഡേയും കൂടെ എടുക്കാം, അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. വൈവ സ്ലോട്ട് തരാൻ പറ്റാത്തതിന് കാരണം മോർണിംഗ് 10:30 തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2:30 3:30 വരെ നിങ്ങൾക്ക് വൈവ എടുക്കേണ്ട ടീച്ചേഴ്സായ ഞാനും അശ്വതി മിസ്സും ക്ലാസ്സിലായിരിക്കും. അപ്പോ ഈ 3:30 കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ടൈം എടുക്കുന്നത്. 4:15 തുടങ്ങിയിട്ട് 5:30 വരെയും വൈവ് എടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് 8 മണി തുടങ്ങിയുള്ള സെഷൻ പറ്റാത്തത്. പിന്നെ ഈ ബുധനാഴ്ച നമ്മുടെ PGയുടെ ക്ലാസ് നൈറ്റ് വന്നതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ചിലരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു എന്ന് പറഞ്ഞു കേട്ടു. ഞങ്ങള് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ പറയണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു ഡേ വെക്കാൻ പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം ഞങ്ങൾ എപ്പോഴാണോ ഫ്രീ അതിനനുസരിച്ച് ഇടും. അപ്പൊ നമുക്ക് പലപ്പോഴും ഇപ്പൊ 10 പേര് ആ ഡേ ഓപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ 6 പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ടൈം ഉണ്ടാവും. കാരണം പലപ്പോഴും ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന് വന്നിരിക്കണതേ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് 10 മിനിറ്റ്സ് ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ചിലപ്പോ നമ്മളെ സംബന്ധിച്ച് 1 മണിക്കൂർ 5 മിനിറ്റ് ബ്രേക്കിലായിരിക്കും. പലപ്പോഴും 5 മിനിറ്റും ബ്രേക്ക് ആവാറില്ല. പലപ്പോഴും വൈവ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, നിങ്ങൾ കയറുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ആൾ ഇരിക്കുന്നുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്യും ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ കണ്ടിന്യൂസ് ടൈമില് വൈവയായിരിക്കും. ആരും വിഷമിക്കണ്ട. ഞാൻ സൺഡേസും കൂടെ അത് ചെയ്യാനുള്ളത് ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, പെട്ടെന്ന് തന്നെ വൈവ തീർക്കും. കാരണം എന്താ വെച്ചാൽ വൈവയുടെ മാർക്ക് കൊടുക്കുമ്പോഴാണ് എനിക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്ലീസ് ഡു കോപ്പറേറ്റ്. മാമിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് ആയത്. ഇപ്പൊ തന്നെ PGയുടെ ടൈം ടേബിൾ ഇടാന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നാളെ എനിക്കൊരു ഹെൽപ്പ് ഉണ്ടെന്ന് വെച്ചാല്, നാളെ നമുക്ക് 2 അവർ ക്ലാസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ ഇനി എടുക്കാൻ ഉള്ളത് 4th യൂണിറ്റ് ആണ്. ഹെൽപ്പ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊരു സെമിനാറും ആകാം, ക്ലാസ് പെട്ടെന്ന് ഒരു 5 or 10 മിനിറ്റ്സിലോ 8 മിനിറ്റ്സിലോ തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഞാൻ ഒരെണ്ണം പറഞ്ഞാൽ എടുക്കാൻ ആരെങ്കിലും റെഡിയാണോ? അങ്ങനെ ക്ലാസ് പെട്ടെന്ന് നമുക്ക് കഴിയും. ഇനി എനിബഡി ഹാസ് എനി കൺസേൺ, അതായത് സെമിനാർ ടോപ്പിക് എടുത്തു മാം അത് ഒന്നുകൂടെ പറയണമെന്ന് പറയുവാണെങ്കിൽ അതും കൂടെ എന്നെ പേഴ്സണലി ആണ് പറയാൻ തോന്നുന്നെങ്കിൽ അതും ഒന്ന് പറയാ പ്ലീസ്. സെമിനാർ എടുക്കാൻ ആർക്കെങ്കിലും ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് ടോപ്പിക് ഫോർ ടുമോറോ. ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ എടുക്കാൻ മതിയോ? ആരുമില്ല. ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നവരല്ലേ, സെമിനാർ എടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണോ? സെമിനാർ എടുക്കുക, സെമിനാർ എങ്ങനെയുണ്ടായിരുന്നു സെമിനാർ എടുത്തിട്ട്? ടെൻഷനായോ? ഇല്ല, എടുക്കണവരും ടെൻഷനായിരുന്നു. എടുത്തപ്പോ എന്തൊക്കെയോ ഇങ്ങനെ ഫ്ലോ ആയിട്ട് വന്നു. തോന്നിയില്ലേ? എനിക്കത് മനസ്സിലായി. ഭയങ്കര എൻജോയ് ചെയ്തെടുക്കുമായിരുന്നു ക്ലാസ്. ഉണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ സെമീനയും ഹരിതയും കറക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് പ്രിവെന്റീവ് സൂപ്പർവിഷൻ ആണ് പറഞ്ഞത്. കമ്പാരിസൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. പലപ്പോഴും സ്ട്രെസ്ഫുൾ ആകും, പല ജോബ് ചെയ്യുന്നവരും സ്ട്രെസ്ഫുൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഒരു സപ്പോർട്ട്, മെയിൻ ആയിട്ട് ഒരു സപ്പോർട്ട് കിട്ടുമ്പോ MT4ന്റെ എക്സാമിന്റെ ടൈം ടേബിൾ എനിക്ക് മാം അയച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് നോക്കട്ടെ ഡേറ്റ്. 5.
പിന്നെ നമ്മൾക്ക് ഏതൊരു ഓർഗനൈസേഷനിലും സൂപ്പർവിഷൻ എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. സൂപ്പർവിഷൻ, കാരണം സൂപ്പർവിഷൻ ഇല്ലാതെ ഒരു പ്ലോട്ടിൽ ഒരു പണി നടക്കുന്നു, മണ്ണ് നിരത്താണ്, അവിടെയും ഒരാൾ വേണം സൂപ്പർവിഷൻ, അല്ലെ? കാരണം ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ നമുക്കറിയാം പലപ്പോഴും ട്രെയിൻഡ് അല്ലാത്ത പണിക്കാരുണ്ട്. നമ്മള് പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ, ഭായിമാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് പണി പഠിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര പെർഫെക്റ്റ്, അത് നല്ല രീതിയിൽ തന്നെ ചെയ്യും. പക്ഷെ അവർക്ക് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അവർ ചെയ്യുന്നത്. എങ്ങനെ സിമെന്റ് അതൊക്കെ മിക്സ് ചെയ്യണം എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് ഇവിടെ ഒരു നമ്മളുടെ വീട് പണിയുടെ ഒരു ഭായിയായിരുന്നു. വീട് ഷിഫ്റ്റ് ചെയ്ത ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ വർക്ക് അവരുടെ ബാക്കി ഉണ്ടായിരുന്നു. എനിക്ക് ചെടിയല്ല, ഈ മാവ് പ്ലാവ് ഇതൊക്കെ ഒന്ന് നടന്നു നല്ലപോലെ ഇത് കുഴിക്കണം. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ക്ലാസ്സിലിരിക്കുക. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഭയങ്കര കൃഷിയാ. അപ്പൊ പുള്ളിക്കാരനോട് പറയാം, ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യൂ, ഇയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും എവിടേക്ക് വെക്കട്ടെ. ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടോ എന്തോ, ആള് എല്ലാം നട്ടു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ബഡ് ചെയ്ത പ്ലാവ് മാവൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ബഡ് ചെയ്ത ഭാഗം മണ്ണിന് പുറത്ത് കാണുമല്ലോ, അതൊക്കെ മണ്ണടിയിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കുത്തിയിരുന്ന് അത് മുഴുവൻ കുഴിച്ച് ആ ബഡ് ചെയ്ത ഭാഗത്തിനെയൊക്കെ പുറത്താക്കി അവിടെ തടമൊക്കെ എടുത്ത് ചെയ്യേണ്ടി വന്നു. അതാണ് നമുക്ക് ട്രെയിൻഡ് അല്ലാത്ത ഒരാള് വരുമ്പോ അവിടെ നമ്മളുടെ എഫേർട്ട് കൂടും, നമ്മൾ സ്ട്രെസ്സിലാവും, അങ്ങനത്തെ ഒരു പ്രോബ്ലം വരും. അതാണ് അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ ഇപ്പം സെമിന പറഞ്ഞതുപോലെ, ഹരിത പറഞ്ഞതുപോലെ തന്നെ അവരത് കറക്റ്റ് വേയിൽ തന്നെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റില്ല. ആ ഒരു ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകാനായിട്ട്. കറക്റ്റീവും പ്രിവെന്റീവുമാണ് ഇവർ പറഞ്ഞത്. വേറെ 3 ടൈപ്പ് ഉണ്ട്: കൊയസീവ് സൂപ്പർവിഷൻ, ക്രിയേറ്റീവ് സൂപ്പർവിഷൻ, ക്ലിനിക്കൽ സൂപ്പർവിഷൻ. ജസ്റ്റ് അതൊക്കെ എന്താന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. റഫർ ചെയ്താൽ നിങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ കിട്ടും. എന്താ കൊയസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ്? വേർഡ് നല്ല ഫെമിലിയർ വേർഡ് അല്ലേ? എന്താ കൊയസീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊയസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രഷർ ചെയ്യുക അല്ലെ? ഹൗ ടു ഡു ദിസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നിർബന്ധിച്ച്, അല്ലെ? ചില കാര്യങ്ങൾ നമ്മള് നിർബന്ധപൂർവ്വം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരും. ഒരു അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്. ഒരാൾ നിന്നൊരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് അങ്ങനെ വെക്കും. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യണം, ഈ രീതിയിൽ ചെയ്യണം, ആ ഒരു രീതിയിൽ പറയുന്നത്, അതാണ് കൊയേഴ്സീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ വേർഡ് ആയിട്ട് എനിക്ക് തോന്നി, അപ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യട്ടെ, കാരണം നമുക്ക് ടെക്സ്റ്റില് കുറവാണ് കൊയേഴ്സീവ് സൂപ്പർവിഷനെ കുറിച്ച് വരുന്നത്. സൂപ്പർവൈസർ അയാളുടെ അതോറിറ്റി യൂസ് ചെയ്തിട്ട് ആ ഡിസിഷൻസ് ആളുകളിലേക്ക് കൊടുക്കും. അത് അതോറിറ്റി യൂസ് ചെയ്തിട്ട് യു ഹാവ് ടു ഡു ലൈക്ക് ദിസ് ഇങ്ങനെ. മാം PDF ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷുവർ മറന്നുപോയിട്ടാണേ, സോറി. തുടങ്ങിയ സെമിനാർ ആയത് കാരണം ഞാനതൊന്ന് വിട്ടു.
ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുള്ളൂ, പക്ഷെ യു ക്യാൻ ആഡ് മോർ. ഇപ്പൊ ഇതൊക്കെ ആരെങ്കിലൊക്കെ നമ്മൾ സെമിനാർ എടുക്കുമായിരുന്നു നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരുന്നു. അപ്പൊ ഇവര് ചെയ്ത പോലെ തന്നെ ഇവിടെ സൂപ്പർവൈസർ ആളുടെ അതോറിറ്റി യൂസ് ചെയ്യാണ്, പവർ യൂസ് ചെയ്യുവാണ്. കമ്പൽ, സംടൈംസ് അതൊരു കമ്പൽ പോലെ ആകും. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പൊ അങ്ങനെ അതോറിറ്റേറിയൻ ആയുള്ള ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ കൂടിയും അദ്ദേഹം വളരെ സൂത്രം ചെയ്താണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യില്ല സ്റ്റാഫിന്. ചിലരങ്ങനെയാണല്ലോ, ചെയ്യിക്കും, പക്ഷെ നമ്മൾക്ക് തോന്നില്ല നിർബന്ധിക്കുകയാണെന്നുള്ളത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫ്രീഡം കൊടുക്കുന്ന പോലെ നമ്മളെ കൊണ്ടങ്ങ് ചെയ്യിക്കും. ഭയങ്കരമായിട്ട് സൂത്രം ചെയ്ത ഒരു സൂപ്പിടുന്ന രീതിയിൽ സൂത്രം ചെയ്ത് ചെയ്യിക്കും. പക്ഷെ ആക്ച്വലി ഹി ഈസ് കമ്പലിങ്. ആ ഒരു രീതിയിൽ ഓർഡേഴ്സ് കൊടുക്കാം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ചില സമയത്ത് അത് ത്രൂ ത്രെഡ്സ് ആൻഡ് പണിഷ്മെന്റ്. എഡ്യൂക്കേഷനിലൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും വരുമൊന്നുമില്ല. അല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഒരു പാക്കേജ് അല്ലെങ്കിൽ കൊറിയർ, അങ്ങനത്തെ ചില കുറച്ച് റഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വരുന്ന ചില ഏരിയകൾ ഉണ്ടല്ലോ. കാരണം അങ്ങനെ പറയാതെ ചെയ്യില്ല എന്നുള്ള ഫീൽ വരുന്ന അവിടെയാണ് ഈ ത്രെഡ്സ്, പണിഷ്മെന്റ്സ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഇതൊരു ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് ഈ ഒരു സൂപ്പർവിഷൻ വരുന്നത്. കൊയേഴ്സീവ് ആണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇവിടെ എംപ്ലോയീസിന്റെ ആ ഒരു, നമുക്കിപ്പോ ഒരു ചില ജോലി ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ അവിടെ നല്ല ഫ്രീഡം ആണ്, വർക്കിംഗ് എൻവയോൺമെന്റ് വളരെ പ്ലീസിങ് ആണെന്ന് പറയില്ലേ, ആ ഒരു ഇത് ഇവിടെ കുറവായിരിക്കും. ആ ഒരു ഓട്ടോണമി ലിമിറ്റഡ് ആയിട്ട് വരും. നമ്മളുടെ ചില നീഡ്സ് അല്ലെങ്കിൽ നമ്മളുടെ ചില കംഫർട്ട് എല്ലാം ലിമിറ്റ് ആയി പോകും. നമ്മളുടെ ഉദ്ദേശിക്കുന്നത് ആ സൂപ്പർവൈസറുടെ കീഴിൽ വരുന്ന എംപ്ലോയീസിന്റെ കാര്യമാണ് കേട്ടോ. ലിമിറ്റഡ് ആയിട്ട് വരും. പിന്നെ പലപ്പോഴും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഡിമാൻഡിങ് റിസൾട്ടിലായിരിക്കും. ഒരു ഡെഡ് ലൈൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെ വെച്ചിട്ടാണ് ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇതുപോലെ പോളിസിയുടെ സംശയം ചോദിക്കാനും അതിന്റെ പേയ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പൊ അവിടെ ഈ ശരിക്കും ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതും പ്രോഡക്റ്റ് ആണല്ലോ. ഇത് ഇൻഷുറൻസ് സെല് ചെയ്യുക, പ്രോഡക്റ്റ് സെല് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഈ അതിന്റെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഇങ്ങനെ നിറയെ ഉണ്ടാവും. ഒരു 9 മണിക്ക് അവർ ഓഫീസിൽ വരും, 10 മണിയാകുമ്പോഴേക്കും ഇവരുടെ ഹെഡ് വന്നിട്ട് പറയും ഗോ ഔട്ട് എന്ന് പറയും. ഞാൻ ഇങ്ങനെ പറയണേന്ന് പക്ഷെ പുറത്തു പോയി ആളുകളെ, കസ്റ്റമറെ മീറ്റ് ചെയ്ത് പ്രോഡക്റ്റ് സെല് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, ഇതാണ് ഉദ്ദേശം. ഓഫീസിൽ ഇരിക്കേണ്ട ഗോ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഗെറ്റ് ഔട്ട് അടിക്കുന്ന പോലെ പറയുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടോട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എന്നോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഇരുത്താൻ സമ്മതിക്കില്ല സാർ ഇല്ലാത്ത ദിവസമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ത്രൂ ഫോൺ കോൾ ഒന്നും ആള് സമ്മതിക്കില്ല കസ്റ്റമറോട് സംസാരിക്കാൻ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോയി വിസിറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്ത് പ്രോഡക്റ്റ് സെല് ചെയ്യുക, അവരുടെ ഫസ്റ്റ് പ്രീമിയം തന്നെ വാങ്ങിച്ചുകൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു ഹെഡ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പൊ അവിടേക്ക് ഒരു അതോറിറ്റോറിയൻ ആണല്ലേ. മേ ബി അയാൾക്ക് അത്രയും പ്രഷർ ഉണ്ടായിരിക്കും, ഹെഡ് ഓഫീസിൽ നിന്ന് അത്രയും പ്രഷർ ഉണ്ടായിരിക്കും, ഇത്ര പ്രോഡക്റ്റ് സെല് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ടാർഗറ്റ് മീറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതൊരു ഹൈ ഡിഗ്രി ഓഫ് കൺട്രോൾ വരുന്ന ഒരു സൂപ്പർവിഷൻ ആണ്. ചില സിറ്റുവേഷൻസിൽ ഇത് എഫക്റ്റീവ് ആകും. കാരണം അങ്ങനെ ഒരു മുൾമുനയിൽ നിർത്തിച്ച് വർക്ക് ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഡിമാൻഡിങ് റിസൾട്ടിൽ എത്തുകയും ചെയ്യും, എഫക്റ്റീവ് ആയിരിക്കും. ബട്ട് സംടൈംസ് ഇപ്പോ വർക്ക് ചെയ്യുന്ന ആള് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ഈ പറയുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളുമാണ് ഇവിടെ വരുന്നത്. പിന്നെ അത് പലപ്പോഴും ഹൈ റിസ്ക് എൻവയോൺമെന്റിലും ആയിരിക്കും. ഇപ്പൊ മൈനിങ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള വർക്കുകളില്ലേ, കല്ല് ഒക്കെ വെട്ടിയെടുക്കുന്ന സ്ഥലം, അങ്ങനെ അതുപോലുള്ളത് അവർക്കൊരു ടൈമിൽ അവിടെ നിന്ന് ഇത്ര ലോഡ് എടുക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നു. അതാണ് കൊയേഴ്സിവ് സൂപ്പർവിഷനിൽ വരുന്നത്. പക്ഷെ ഇത് നമ്മളൊരു എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള ഇതിന്റെ പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചില സമയത്ത് ഡിസിഷൻസ് എടുക്കാനൊക്കെ. ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആകും. നമ്മളിപ്പോ ഒരു ടീച്ചറാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ, നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുമ്പോഴേക്കും നമ്മൾക്കത് ഭയങ്കരമായിട്ട് അത് ഒരു എന്താ പറയാ ഒരു ആക്സെപ്റ്റൻസിന്റെ പ്രശ്നമാണോ, നമുക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, ഇവര് രണ്ടുപേരും പറഞ്ഞ പ്രിവെന്റീവും കറക്റ്റീവും വെച്ച് നോക്കുമ്പോൾ അത് രണ്ടും ഒരു സൂക്കനായിട്ടുള്ളതാണ്. അവിടെ ഒരു സൂപ്പർവൈസർ, ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഗൈഡ് ആണ്, ഫ്രണ്ട് ആണ്, സപ്പോർട്ടർ ആണ്. ആ ഒരു രീതിയിലായിരുന്നു രണ്ടുപേരും പ്രസന്റ് ചെയ്ത സൂപ്പർവിഷൻ വർക്ക്. പക്ഷെ കൊയേഴ്സീവ് വന്നപ്പോ ടഫായി സിറ്റുവേഷൻ. അവരെ കമ്പൽ ചെയ്ത് പലപ്പോഴും ടീച്ചേഴ്സിനെ വർക്ക് ചെയ്യിക്കുന്നതായിട്ട് വരുന്നു. ചില സ്കൂൾസിൽ അല്ലെങ്കിൽ ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അത് നടക്കുന്നുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും ഓരോ വർഷവും സ്റ്റാഫ് ഇങ്ങനെ മാറി മാറി അവിടെയൊക്കെ വരുന്നത്. ഇപ്പോ
ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളുടെ എക്സാംസ് വേഗം നടത്തി, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേഗം റെഡിയാക്കി, വൈവ പെട്ടെന്ന് കണ്ടക്ട് ചെയ്ത്, കാരണം ലേറ്റ് ആവാതെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ അങ്ങനെ നമുക്ക് ഒരു സൂപ്പർവൈസർ എന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞില്ല, അത് നമ്മളുടെ സെൽഫ് ഡിസിഷൻ തന്നെയായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യാം, ഈ ഒരു വീക്കിൽ ഫുൾ PG എടുത്ത് PG കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെ അതൊരു സെൽഫ് ഡിസിഷൻ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനത്തെ ഒരു കോഴ്സിൽ നടന്നില്ല. പക്ഷെ എന്നാലും സ്ട്രെസ്ഫുൾ ആയി. എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റണം, മാക്സിമം നിങ്ങളിലേക്ക് ഇൻഫർമേഷൻസ് തരണം, മാക്സിമം നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണം, ഈ ഒരു കുറഞ്ഞ ടൈമിൽ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യണം. ഇതെല്ലാം നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ തന്നെ സൂപ്പർവൈസറാണ്, നമ്മൾ തന്നെ എംപ്ലോയി ആണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആ ക്വയാസി സൂപ്പർവിഷൻ ആണ് നമ്മുടെ ഉള്ളിലെ എംപ്ലോയിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ രണ്ടും ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, അതാണ് പലപ്പോഴും എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ നടക്കുന്നത്. ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് നടക്കുന്ന സമയത്ത് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കാരണം അത് വേറെ നമ്മുടെ കോവിഡ് സമയത്ത് സ്കൂളുകളിൽ നിന്നൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വന്നല്ലോ. അപ്പൊ അവിടെ ഇതുപോലെ തന്നെ ടീച്ചർമാർക്ക് സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു. കാരണം കുട്ടികളുടെ സ്കൂളിൽ ഇതുപോലെ ടീച്ചേഴ്സ് ഓൺലൈനായിട്ട് പഠിപ്പിച്ചപ്പോൾ അവരിങ്ങനെ നൈറ്റി ഇട്ടിട്ട് വന്നിട്ട് ക്ലാസ് എടുത്തു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഏതോ പാരന്റ്സ് സ്കൂളിൽ വിളിച്ച് പറഞ്ഞു. പിന്നെ അവിടെ സ്ട്രിക്ട് റൂളായി, ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു കോട്ട് ഉണ്ടല്ലോ, ആ കോട്ട് ശരിക്കും ഡ്രസ്സും ചെയ്യണം, ആ കോട്ടും ഇട്ടിട്ട് വേണം ക്ലാസ്സിൽ വന്നിരിക്കാൻ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ചില സമയത്ത് ഞാൻ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഓടിക്കയറാനായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് റെഡി ആവുക. അപ്പോഴേക്കും ഇവിടെ ഹസ്ബൻഡ് മോളോട് ചോദിച്ചു, ഓൺലൈൻ ക്ലാസ് അല്ലേ, എത്രയല്ലേ കാണുള്ളൂ, അപ്പൊ കുളിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറയും എനിക്കറിയാനോ ഞാൻ കുളിച്ചില്ല എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ വേഗം റെഡി ആവുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ അവരോൺ ഇത് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ്. അത് അവിടെ നമ്മളും സംടൈംസ് സൂപ്പർവൈസർ ആകുന്നുണ്ട് അല്ലേ. സോ നെക്സ്റ്റ് വൺ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ആണ്. നെക്സ്റ്റ് വൺ സിവിലിന് എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ നോക്കട്ടെ. കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ നെറ്റിൽ നോക്കുവാണെങ്കിൽ. അതോറിറ്റേറിയൻ അപ്രോച്ച് ആണ്, പിന്നെ നിർബന്ധിച്ച് ചെയ്യുന്നു, ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ലിമിറ്റഡ് ഓട്ടോണമി, അവരുടേതായ സ്വന്തമായ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല, റിസൾട്ടിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ത്രെട്ടനിങ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. ചിലപ്പോൾ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യും, ഈ ഒരു വർക്ക് നിങ്ങൾ സമയത്ത് ചെയ്തില്ലെങ്കിൽ ടെർമിനേഷൻ ചെയ്യുന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. പലപ്പോഴും ഹാർഷ് ടോണിലായിരിക്കും സൂപ്പർവൈസർ. നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പ് സൂപ്പർവൈസർ, ഇതിനകത്ത് ഫ്രണ്ട്ലി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഹാർഷ് ടോൺ ആയിരിക്കും സൂപ്പർവൈസർക്ക്. പിന്നെ പണിഷ് ചെയ്യാനുള്ള ഒരു ഇത് വരും. അങ്ങനെ മിസ്റ്റേക്സിലൊക്കെ റൂൾസ് എന്തെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിസ്റ്റേക്സിന് പണിഷ് ചെയ്യാനുള്ള ഒരു ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരിക്കും, എന്നാലും ചിലയിടത്തൊക്കെ കാണാലോ. അപ്പൊ ഇതെല്ലാം വരും. കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ന്യൂ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നതും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പ്ലസന്റ് ആക്കുക എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ചില ഇടങ്ങളിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പ്ലസന്റ് ആവില്ല. അവിടെ ഈ ഒരു ടൈപ്പ് സൂപ്പർവിഷൻ നടക്കുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. ക്രിയേറ്റീവ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സംതിങ് ഇസ് ക്രിയേറ്റീവ് അല്ലെ. അത് എൻകറേജ് ചെയ്യുന്നു ടീച്ചേഴ്സിനെ. ജസ്റ്റ് ആ രണ്ട് സൂപ്പർവിഷനും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വേഗം ക്ലാസ് സെൻഡ് ചെയ്യാം. അത് ടീച്ചേഴ്സിനെ എൻകറേജ് ചെയ്യും. കാരണം അവരുടെ തോട്ട് പ്രോസസ്സ് അവർക്ക് ഫ്രീ ആയിട്ട് ചിന്തിച്ച് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് കുറച്ചുകൂടെ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൂപ്പർവിഷനാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ എങ്ങനെ എക്സാം നടത്തണം, എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യണം, ഓൾമോസ്റ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ ഒരു രീതി ഉണ്ട് കേട്ടോ. നമ്മൾ ടീച്ചർമാരോട് അഭിപ്രായം ചോദിക്കും. കരിക്കുലം, ഓർഗനൈസേഷന്റെ പല കാര്യങ്ങളിലും, കണ്ടന്റ്, സബ്ജക്റ്റിന്റെ കണ്ടന്റ്, പിന്നെ മെത്തേഡ് ഓഫ് ടീച്ചിങ്, പിന്നെ അതിനെ കുട്ടികളുടെ ലേണിംഗ് വേ അസസ് ചെയ്യാനുള്ളതെല്ലാം അതിലെല്ലാം ടീച്ചേഴ്സിന് ഒരു ഇൻഡിപെൻഡൻസ് കിട്ടും, അവർക്കൊരു ഫ്രീഡം കിട്ടും, അവരുടെ ഒപ്പീനിയൻസ് പറയാനും സജഷൻസ് പറയാനും. അവിടെ അപ്പൊ അത് എൻഹാൻസ് ചെയ്യുക, നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തു പോകുന്ന ഒരു സൂപ്പർവിഷനാണ് ഈ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇവിടെ അപ്പൊ ടീച്ചേഴ്സിന് അവരുടെ ലോജിക്കൽ തിങ്കിങ്, അവരുടെ റീസണിങ്, അനാലിസിസ് എല്ലാം നല്ല രീതിയിൽ നടക്കും. ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറി ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയില്ലേ, അത് തന്നെ ട്രഡീഷണൽ വേയിലുള്ള ടീച്ചിങ് രീതി മാറി കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് പറ്റും. അപ്പൊ അതിന് വേണ്ടുന്ന എക്സ്പേർട്ടും പ്രൊഫഷണൽ ഗൈഡൻസും എല്ലാം ടീച്ചേഴ്സിന് ഈ ഒരു സൂപ്പർവിഷനിലൂടെ കിട്ടും. മേ ബി അവർക്ക് ഗ്രൂമിങ് സെഷൻ ഉണ്ടായിരിക്കാം, നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടും, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം കിട്ടും.
നെക്സ്റ്റ് വൺ ക്ലിനിക്കൽ സൂപ്പർവിഷൻ. മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് കണക്ട് ചെയ്ത് വരുവാണ്. അപ്പൊ അത് അതിൽ നിന്നും ബോറോ ചെയ്തതാണ്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. പെർഫെക്റ്റ് ഇല്ല, ഒരു എന്തെങ്കിലും ഒരു നോളജ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ആ സ്കില്ലും നോളജും ഉണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. മാം വിളിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ എക്സാം ഡേറ്റ് ക്ലാഷ് ആവുമെന്ന് ചോദിച്ചു. MT4 എക്സാം ഡേറ്റും PG ആയിട്ട്. അപ്പൊ അതാണ് മാം വിളിച്ചത്. അപ്പൊ മാം നോക്കിയിട്ട് ഒന്നുകൂടെ പറയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ഡേറ്റ് അറിയാൻ പറ്റും. ഓക്കെ, ക്ലിനിക്കൽ സൂപ്പർവിഷൻ മെഡിക്കൽ ഇതിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സ്കിൽ നോളജ് ഉണ്ടോ അതിനെ കുറച്ചുകൂടി ഒന്ന് ഷാർപ്പൻ ചെയ്തെടുക്കുക. അതാണ് ക്ലിനിക്കൽ സൂപ്പർവിഷനിൽ വരുന്നത്. പിന്നെ അതായത് ഇപ്പൊ ഒരു ടീച്ചേഴ്സിന് പലപ്പോഴും അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന സോഴ്സസ് അത് ഒരു ഹ്യൂമൻ സോഴ്സ് ആയിരിക്കാം, അതായത് ഒരു കൊളീഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സീനിയർ ഏതെങ്കിലും സ്റ്റാഫിൽ നിന്നായിരിക്കാം. ടീച്ചറുടെ പെർഫോമൻസ്, അങ്ങനെ പല രീതിയിലും. ഇപ്പൊ ചില ടീച്ചേഴ്സ് റോൾ മോഡലായിട്ട് അവരുടെ ഏതെങ്കിലും കൊളീഗ് അല്ലെങ്കിൽ അവരുടെ സൂപ്പർ ടീച്ചർ ആയിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അങ്ങനെ നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ റോൾ മോഡലായിട്ട് എടുക്കാം. അപ്പൊ അതിനെ ആ സ്വന്തം പ്രൊഫഷണൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് റെഫറൻസ് എടുക്കുന്നു. അതാണ് ക്ലിനിക്കൽ സൂപ്പർവിഷനിൽ വരുന്നത്. ക്ലാസ് റൂം അറ്റൻഷൻ, അതുപോലെ പല കാര്യങ്ങളും ക്ലിനിക്കൽ സൂപ്പർവിഷനിൽ വരുന്നുണ്ട്. പിന്നെ അതായത് ഇപ്പോ പുതുതായിട്ട് ജോലിക്ക് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, പുതുതായിട്ടൊരു ടീച്ചർ വരുന്നു. ഈ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കൊളീഗ് എന്ന നിലയിൽ എന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഞാൻ അതിന് കമ്മിറ്റഡ് ആയിരിക്കണം. അപ്പൊ ആ രീതിയിൽ പ്രിൻസിപ്പളിനും അതിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. ക്ലിനിക്കൽ സൂപ്പർവിഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കും ഈ രീതിയിലുള്ള. അതേസമയം വരുന്ന ടീച്ചറെ ഒറ്റപ്പെടുത്തുവാണെങ്കിലും സക്സസ്ഫുൾ ആകില്ല. കാരണം ടീം വർക്ക് തന്നെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്കൊരു ദിവസം ലീവ് എടുക്കണമെങ്കിൽ നമ്മൾ വേറൊരു ടീച്ചറെ വിളിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ടീച്ചിങ് പ്രൊഫഷനിൽ ഒരിക്കലും ഒറ്റപ്പെടുത്തുക, മീൻസ് ഐസൊലേഷൻ എന്നുള്ള കാര്യം അതിനകത്ത് വരരുത്. അല്ലെങ്കിൽ ഒരാളെ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള കാര്യമല്ല സൂപ്പർവിഷനിൽ നടക്കുന്നത്. സോ അതാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ. മെഡിക്കൽ ഫീൽഡിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കുറേ ടീമാണ്. ഒരു ഡോക്ടർക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു സർജറി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് എക്സാമിൻ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ടീമാണ്. അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷണൽ സെറ്റിങ്ങിൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിനിക്കൽ സൂപ്പർവിഷൻ അതാണ്. ഇത്രയും പറഞ്ഞ സൂപ്പർവിഷനിൽ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ഈ 4 കാര്യങ്ങളായിരുന്നു. 2 സെമീനയും ഹരിതയും പറഞ്ഞതും, പിന്നെ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് 2. ഇതിന്റെ ഇടയ്ക്ക് വന്ന കൊയേഴ്സീവ് മാത്രമാണ് നമുക്ക് ഇച്ചിരി ഒരു റഫ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ആയിട്ട് തോന്നിയത്. നിങ്ങളൊന്ന് വായിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്താ പറയാ, എനിവേ എനിക്ക് തോന്നുന്നു ഇനി സെമിനാർ എടുക്കാൻ ആരും റെഡി ആയിരിക്കില്ല. അപ്പൊ നാളെ 2 ക്ലാസ്സസ് ഉണ്ട്. ഉച്ചത്തെ ക്ലാസ് ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കൂടി ആകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈറ്റ് എല്ലാം ഒന്ന് എന്താ പറയാ ഒരു റിവൈസ് പോലെ ചെയ്യാം. കാരണം റിവിഷൻ ഒരു ദിവസം കിട്ടുമെന്ന് നോക്കാം. കിട്ടുവാണെങ്കിൽ അതും ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റ് നമുക്കൊന്ന് ഓവറോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ആരെങ്കിലും ഒക്കെ ഉണ്ടോ വൈവയ്ക്ക്? 4 വൈവുണ്ടല്ലോ. ഇന്ന് വൈവുള്ള ആരെങ്കിലും ഉണ്ടോ? യെസ്, ആരുമില്ല. താങ്ക് യു. മാം നാളെ റിവിഷന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ മാം? ഹലോ, അപ്പം മാം ആ അപർണ മിസ് എടുത്ത 2 ലെസൺസും കൂടി ഒന്ന് ബ്രീഫ് ചെയ്ത് തരൂ. ഓക്കെ മാം. അത് ഉച്ചയ്ക്ക് 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ പോർഷൻസ് തീരുവാണെങ്കിലാണ് നൈറ്റ് ക്ലാസ് നമുക്ക് റിവിഷൻ ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറൊരു ഡേ നമുക്ക് ചോദിക്കും. അപർണ മിസ് ഒക്കെ സ്ട്രെസ്സിലായി പോയി. അതൊന്ന് പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞപ്പോ, കുട്ടിയല്ലേ, ആളിച്ചിരി എങ്ങാണ്, പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞപ്പോ ആ ഒരു ഹറി ബറിയിൽ അങ്ങനെ എടുത്തു പോയതാണ്. കുഴപ്പമില്ല, നമുക്കത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു മാം.
താങ്ക് യു മാം. താങ്ക് യു മാം. ഇന്ന് നൈറ്റ് ക്ലാസ് ഉണ്ടോ മാം? ഇന്നില്ല നിഷ, കാരണം വെച്ചാൽ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമുണ്ട്. ക്ലാസ് അതാണ് നാളെ ഉച്ചയ്ക്ക് വെച്ചത്. 1:30 ലഞ്ചൊക്കെ കഴിഞ്ഞാൽ ഇരിക്കുക. കാരണം ചിലപ്പോ നമ്മളത് 3 മണി വരെയൊക്കെ എടുത്താലാണ് അതുകൊണ്ടാ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, വീഡിയോ ഓഫ് ചെയ്ത് ലഞ്ച് കഴിക്കാലോ. പറ്റില്ലല്ലോ. ഫോർത്ത് ചാപ്റ്ററിൽ നിന്നാണ് ഒരു സെമിനാർ എടുക്കാവോ എന്ന് ചോദിച്ചത്. അതെ, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ല, സെമിനാർ എടുത്തു നോക്കാം. അന്വേഷിക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ഏത് ടോപ്പിക്കാന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ഞാന് എടുത്തോളൂ, നോക്കിയിട്ട് നോക്കിയിട്ട് ഞാൻ മെസ്സേജ് അയക്കാം. ശരി.